എന്റെ പ്രിയമുള്ള ജനങ്ങളെ, എന്റെ ആത്മഹത്യ കൊണ്ട് ഈ നാടിനൊരു നന്മയുണ്ടാവുമെങ്കിൽ അതിൽ ഞാൻ അഭിമാനം കൊള്ളുകയാണ്. മെമ്പർമാർ മോഹന വാഗ്ദാനങ്ങൾ നൽകുമ്പോൾ തിരിഞ്ഞും പിരിഞ്ഞും നോക്കാതെയുള്ള ആ വാഗ്ദാനങ്ങൾ ഇനി ഈ നാട്ടിൽ ഉണ്ടാകരുത്. പാവപ്പെട്ട 5 രോഗികൾക്ക് വീൽ ചെയർ നൽകാമെന്ന് വാഗ്ദാനം ചെയ്തിട്ട് ഇന്ന് മാസം 6 കഴിയുന്നു. എന്നിട്ട് ഈ മെമ്പർ അവരുടെ വീട്ടിൽ എന്തായി, ആ അവസ്ഥ എന്താണ് എന്ന് പോലും തിരിഞ്ഞു നോക്കിയിട്ടില്ല. അമ്പിളിക്കുട്ടനെ പോലുള്ള മെമ്പർമാർ നമ്മുടെ നാട്ടുകാർക്ക് മോഹന വാഗ്ദാനങ്ങൾ കൊടുത്ത് അവരെ വഞ്ചിക്കുകയാണ്. ഇങ്ങനെ വഞ്ചിക്കപ്പെടുന്ന ജനങ്ങൾക്ക് എന്നും താങ്ങും തണലുമായി നിന്നിട്ടുള്ള ക്ലീറ്റസ് ഈ ആത്മഹത്യ കൊണ്ട് അഭിമാനം കൊള്ളുകയാണ്. നീ വന്നോടാ. എടാ ജനങ്ങളെ വാഗ്ദാനങ്ങൾ കൊടുത്ത് വഞ്ചിക്കരുത്. നിനക്കറിയാമോ, രോഗികൾ ഉണ്ടാവുമ്പോഴേ നിനക്ക് അതിന്റെ വിഷമം അറിയാൻ പറ്റൂ. എടാ, നീ വീൽ ചെയർ കൊടുക്കാമെന്ന് പറഞ്ഞ വാഗ്ദാനം ചെയ്തിട്ട് എത്ര മാസമായടാ? വീൽ ചെയറാ? ഒന്നീ നീ രാജിവെക്കണം, അല്ലെങ്കിൽ അവർക്ക് വീൽ ചെയർ കൊടുക്കണം. അതുവരെ ക്ലീറ്റസ് ഇവിടെ ഉണ്ടാവും. നടന്നില്ല എന്നുണ്ടെങ്കിൽ ഞാൻ ഇവിടുന്ന് ചാടി ആത്മഹത്യ ചെയ്യൂടാ. ഇവിടുന്ന് ചാടി ആത്മഹത്യ മെമ്പർ എന്ന് പറഞ്ഞാൽ വാഗ്ദാനം കൊടുത്താൽ അത് പാലിക്കണം. നീ എവിടുത്തെ മെമ്പറാണ്? നിനക്ക് എന്ത് കാര്യം അറിയാം അതിനെ കുറിച്ച്? അതെ, എന്റെ വാർഡിലെ പാവങ്ങളായ 5 പേരെയാണ് നീ വഞ്ചിച്ചിരിക്കുന്നത്. 5 പേര് നിന്റെ വാർഡ്? അതായത് വീൽ ചെയർ കൊടുക്കാത്തടാ. വീൽ ചെയർ കൊടുക്കേണ്ട കാര്യം നിനക്കറിയാമോ? അമ്പിളിക്കുട്ട, നീ ഒന്ന് രാജിവെക്കണം, അല്ലെങ്കിൽ അവർക്ക് വീൽ ചെയർ കൊടുക്കണം. അമ്പിളിക്കുട്ട മൂരാച്ചി നിർത്തടാ. പറയണ കാര്യം കേളടാ. വീൽ ചെയർ കൊടുക്കാന്ന് പറഞ്ഞാൽ പഞ്ചായത്തിൽ നിന്ന് കൊടുക്കുന്ന അല്ലടാ. അത് പഞ്ചായത്ത് ഒരു ഏജൻസിക്കാണ് അതിന്റെ ചുമതലയുള്ളത്. അമ്പിളിക്കുട്ട, വാഗ്ദാനം കൊടുത്ത നീയാണോ? വാഗ്ദാനം കൊടുത്താൽ കൊടുക്കുമല്ലോ. ആളുകളൊക്കെ ഉണ്ട്. നീ കളിക്കാതെ വീൽ ചെയർ കൊടുക്കാൻ മേളിക്കാരിരിക്കാതെ ഒരുപാട് കാര്യങ്ങളുണ്ടായിരുന്നു. ഞാൻ ഇപ്പൊ ചാടും. ഒരു വീൽ ചെയർ അല്ലേ? ഒരു വീൽ ചെയർ അല്ല, 5 വീൽ ചെയർ. 5 വീൽ ചെയർ, 5 വീൽ ചെയർ ആണ് നീ. ഒന്നുമില്ല എന്റെ തങ്കം തക്കളി മക്കളെ, നിങ്ങൾ ഭാഗ്യം ചെയ്തവരാ. നാടിന് വേണ്ടി വീരമൃത്യു വരിച്ച ഒരു വീര പോരാളിയുടെ ഭാര്യയും മകളുമായി നിങ്ങൾ ഈ നാട്ടിൽ വിലസണം. മര്യാദക്കാരും വിഷമിപ്പിക്കാതെ ഇറങ്ങി വാടാ. ഇല്ല തങ്കം, ഇതിനൊരു തീരുമാനമാവാതെ ക്ലീറ്റസ് കാര്യമാവണം. ഞാനിത് വളരെ നീ വീൽ ചെയർ കൊടുക്കോ ഇല്ലയോ? എടാ കൊടുക്കാം. 5 പേർക്ക് കൊടുക്കണം. ആ കൊടുക്കാം. എന്ന് കൊടുക്കും. കുറച്ച് സമയം എന്താ? ഇല്ല, ഇതിനൊരു സമയം. ഇന്ന് കൊടുക്കണം, ഇല്ലെങ്കിൽ നീ രാജിവെക്കണം. പറ്റുമോ? ഇന്ന് കൊടുക്കാനാ? ശരി, ഒരു കാര്യം ചെയ്യ്. നീ ഇറങ്ങി പിള്ളേരെ വിഷമിക്കാതെ ഇറങ്ങി. ഞാൻ ഇപ്പൊ ഇറങ്ങി വാ. എവിടെ കൊടുക്കും? എപ്പോ കൊടുക്കും? പറയണം. ഇന്ന് കൊടുക്കാൻ. നീ പറയുന്ന സ്ഥലത്ത് കൊടുക്കാം. എവിടെ കൊടുക്കും? ഞാൻ എന്റെ പൈസ കൊടുത്ത് വാങ്ങിച്ചു കൊടുക്കാം. കൊടുക്കോ? ഓ, ഉറപ്പാണ്? ഉറപ്പ്. നീ ഇറങ്ങി. സമ്മതിച്ചു. ഉറപ്പാണല്ലോ. കൊടുക്കാം. നീ ഇറങ്ങി. എല്ലാരും കേട്ടല്ലോ പ്രിയപ്പെട്ട നാട്ടുകാരെ? എല്ലാരും കേട്ടു. ഇറങ്ങി വാ. എല്ലാം മൊബൈലിൽ പിടിച്ചിട്ടുണ്ടല്ലോ വാഗ്ദാനം പറഞ്ഞൊക്കെ? പിടിച്ചിട്ടുണ്ട്. നീ ഇറങ്ങടാ. സമാധാനം ഇറങ്ങി വാ. ഇനി വാക്ക് മാറിയാ ഇതിനേക്കാളും വലിയ മരത്തിന്റെ മാറൂല. നീ ഒരിടം കേരളത്തിൽ ഇറങ്ങും. സമാധാനം ഇറങ്ങി. നീ എന്തിനും ഇതൊക്കെ തമാശ കളിയാണെന്ന് വിചാരിച്ചല്ലേ? അല്ല, തമാശ സീരിയസ്. വാഗ്ദാനം കൊടുത്ത് നീ പറ്റിക്കാന്ന് വിചാരിച്ചല്ലടാ. ഇറങ്ങ. ഇറങ്ങാൻ പറ്റും. ശരിയായിക്കോട്ടെ. ഓക്കെ. അത് പിടിച്ചോ. തങ്ക അത് പിടിച്ചോ.
നീ തന്നെ കയറ്റി വെക്ക്. അവിടെ പിടിക്കാ മക്കളെ. ഇവിടെ നീ തന്നെ കയറ്റി പതുക്കെ. ഇത് പറ്റാത്ത അളിയാ, നീ രാശിയുള്ളവനാണ് കേട്ടാ. ഇത്രയും ദിവസം അനുവദിച്ചു കിട്ടാത്ത വീൽ ചെയർ നീ ഒരൊറ്റ ഒത്തം കാര്യമാണ് അനുവദിച്ചു കിട്ടിയത്. അതുപോലെ തങ്കം അവൻ രാശി മാത്രമല്ല, നല്ല ഭാഗ്യവാനും കൂടിയാണ്. നമുക്ക് മൊത്തം 5 വീൽ ചെയറാണ് അനുവദിച്ചത്. അതിൽ 4 എണ്ണത്തിന് അവകാശമുള്ളൂ. ബാക്കി ഒരെണ്ണം ഉണ്ടല്ലോ, ആൾ മരിച്ചുപോയി. ആ വീൽ ചെയറാണ് ഇപ്പോൾ ഇവ ഇരിക്കുന്നത് ഇവിടെ. പിന്നെ എൻ്റെ പൊന്നളിയാ, നീ എപ്പോഴും പറയാറുണ്ടല്ലോ കർത്താവ് വലിയവനാണ്, കർത്താവ് വലിയവനാണെന്ന്. അക്ഷരം പ്രതി അത് ശരിയാണ് അളിയാ. കർത്താവ് വലിയവൻ തന്നെയാണ്. അതിന് ഏറ്റവും വലിയ ഉദാഹരണമാണ് നീ ഇപ്പം ഈ വീൽ ചെയർ ഇരുന്ന് പൊയ്ക്കൊണ്ടിരിക്കുന്നത്. Alien versus Alien.